ഹലോ ഫ്രണ്ട്സ്, ആഡോൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആടുകൾക്ക് പാലിൻ്റെ അളവ് കുറവ്, കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് പോലും കിട്ടുന്നില്ല എന്ന് ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടായിരിക്കും അതെന്ന്. അപ്പോൾ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ പറയാമല്ലോ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു ആടിനെ മേടിക്കുമ്പോൾ, അതിപ്പം ഒരു പ്രസവം കഴിഞ്ഞ് ചെന നിറച്ച് നിൽക്കുന്ന ആടാണെങ്കിൽ പോലും അവർ പറയും ചിലപ്പോൾ കഴിഞ്ഞ പ്രസവത്തിന് എനിക്ക് 1 ലിറ്റർ പാലോളം കിട്ടിയിരുന്നു, അപ്പോൾ ഈ പ്രസവത്തിൽ അതിൽ കൂടുതൽ കിട്ടും എന്ന് പറയും. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് പോലും ചിലപ്പോൾ കാണണമെന്നില്ല. ചില സംഭവമാണെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു പ്രസവിച്ച് നിൽക്കുന്ന ഒരാടാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും 1 ലിറ്ററോളം പാല് കിട്ടുമെന്ന്. പക്ഷേ നമ്മളത് ഒരു കാര്യമാണ്, നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ അത്രയും പോലും പാല് കിട്ടണമെന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം കാലാവസ്ഥ, നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് മേടിക്കുന്ന ആടായിരിക്കും, അതിൻ്റെ കുട്ടികൾക്ക് പോലും കുടിക്കാനുള്ള ചിലപ്പോൾ പാല് കുറഞ്ഞതായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ അത് പഴയ രീതിയിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ കാലാവസ്ഥയുമായിട്ടൊന്ന് ഇണങ്ങി, നമ്മുടെ കൂടുമായിട്ടൊക്കെ ഇണങ്ങി കഴിയുമ്പോൾ ആ പഴയ രീതിയിലേക്ക് വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ, നമ്മുടെ ഒരു ആടിന് പാല് കുറവാണ് ആണെങ്കിൽ എന്തെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് അതിൻ്റെ പാലിൻ്റെ അളവ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കുടിക്കുന്ന രീതിയിലെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഞാൻ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ആട് കടിഞ്ഞൂൽ പ്രസവമാണെങ്കിൽ മിക്കവാറും ആടുകൾക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ പാലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ അത് രണ്ടാമത്തെ പ്രസവത്തിൽ ആദ്യത്തെ പ്രസവത്തിനെക്കാട്ടിലും സ്വല്പം കൂടെ പാല് കൂടുതലായിരിക്കും. മൂന്നാമത്തെ പ്രസവം തൊട്ടാണ് നമുക്കൊരാടിൻ്റെ പാലിൻ്റെ അളവ് എത്രത്തോളം വരുമെന്ന് മനസ്സിലാക്കാവുന്നത്. കാരണം മൂന്നാമത്തെ പ്രസവം തൊട്ട് ഒരു 4-5 പ്രസവമൊക്കെ വരെ ആടിൻ്റെ പാലിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു 5-6 പ്രസവം തൊട്ടൊക്കെ ആണെങ്കിൽ ആടിൻ്റെ പാലിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാട് ഇന്ന് പ്രസവിച്ചു, ഒരു 2 മാസം കഴിയുമ്പോൾ അത് ഹീറ്റ് കാണിക്കും. മലബാറി ആടാണെങ്കിൽ, ക്രോസ് ബ്രീഡ് ആടുകളാണെങ്കിൽ 2.5 മാസം 3 മാസം, ചിലത് 3 മാസം കഴിഞ്ഞും കാണിക്കാറുണ്ട്. അപ്പോൾ ഈ 2 മാസം മലബാറി ആടൊക്കെ ആണെങ്കിൽ ഒരു 2 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കുമ്പോൾ നമ്മൾ ഉടനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്യിപ്പിക്കരുത്. അതിൻ്റെ പാലിൻ്റെ അളവ് പിന്നെ നമ്മൾ കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയല്ല, ആടിൻ്റെ ആരോഗ്യവും അതും നമുക്ക് തുടർച്ചയായിട്ടുള്ള ഈ ക്രോസിങ്ങും, ഒന്ന് പ്രസവിച്ച് ഒരു 2 മാസത്തിനുള്ളിൽ പിന്നെയും ക്രോസ് ചെയ്യിപ്പിച്ച് ആ ആടിൻ്റെ ആരോഗ്യം തന്നെ നമ്മൾ ഇല്ലാതാക്കി കളയുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ അനുവദിക്കരുത്. ഒരു 2 മാസത്തേക്ക് ഹീറ്റ് കാണിച്ച ഒരാടാണെങ്കിൽ ഒരു 2ാം തവണ, പിന്നത്തെ തവണ നമ്മൾ അതിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയാൽ മതി. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, പാലിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു വീട്ടിൽ നിന്നൊരാടിനെ മേടിക്കുമ്പോൾ ആ ആടിനെ ഒരു ചെനയോടെ നിൽക്കുന്ന ഒരാടായിരിക്കും, ഒരു 2 മാസത്തെ ചെനയോടെന്ന് പറഞ്ഞ് അവർ തരും. അപ്പോൾ അവർ പറയും കഴിഞ്ഞ തവണ ഇത്രയും പാല് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനെ ക്രോസ് ചെയ്യിപ്പിച്ചത് ഇൻബ്രീഡിങ് ആയതാണോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവർ വേറെ ഏതെങ്കിലും ഒരേ ബ്ലഡിലുള്ള ഇതിൻ്റെ തന്നെ മുട്ടനെയും കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചതാണോ എന്ന് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മളത് കൊണ്ടുവന്ന് പ്രസവിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ആരോഗ്യം കാണത്തില്ല, പാല് തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ചിലവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇൻബ്രീഡിങ് എന്താണെന്ന്. കാരണം നമ്മുടെ നാട്ടും പ്രദേശത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴാണ് കൂടുതലും ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആടിൻ്റെ പാലിൻ്റെ അളവ് കൂട്ടാൻ കുറച്ച് മാർഗ്ഗങ്ങൾ ഞാൻ പറയാം. കടല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് ആടിന് കൊടുക്കുന്നത്. ചിലത് നമ്മൾ അല്ലാതെ വെച്ച് കൊടുത്താൽ തന്നെ തിന്നും. ചിലതാണെങ്കിൽ അരച്ച് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുക. അരച്ച് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റയുടെ കൂടൊക്കെ കുഴച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ചോളപ്പൊടി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നൊരു കാര്യം, ഇലവർഗ്ഗങ്ങൾ, കൊന്നയില കൊടുക്കുന്നത് നല്ലതാണ്. കൊന്നയില കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കിളുന്ന് കൊന്നയില കൊടുക്കരുത്.
ഇച്ചിരി മൂത്ത് നിൽക്കുന്ന കൊന്നയില പറിച്ച് ഇച്ചിരി നേരം ഒന്ന് ചെറിയ വെയിലത്തിട്ടൊന്ന് വാട്ടിയിട്ടേ കൊടുക്കാവൂ. അത് അത്യാവശ്യം നല്ലപോലെ കൊടുക്കുന്നത് കുഴപ്പമില്ല. ചിലവരൊക്കെ പറയും കൊന്നയില അങ്ങനെ കൊടുക്കരുത് എന്ന് പറയും. പക്ഷേ നമുക്കതൊന്നെടുത്ത് ഇച്ചിരി മൂത്ത കൊന്നയിലയാണെങ്കിൽ അത് പറിച്ച് ചെറു വെയിലത്തിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നാണ് പച്ചച്ചോളം. പച്ചച്ചോളം അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പച്ചച്ചോളം കിട്ടുവാണെങ്കിൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം പച്ചച്ചോളം കൊടുക്കുന്നത് നല്ലതാണ്. ആടുകൾക്ക് പാലിൻ്റെ ഉൽപ്പാദനം കൂടാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ വീട്ടിൽ നമ്മൾ പച്ചക്കറിയൊക്കെ എടുത്തതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് ഒത്തിരി പഴകി ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ പഴകാത്തത് നമ്മൾ വേസ്റ്റ് വരുന്നത് അന്നന്ന് കൊടുത്ത് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ആടുകൾക്ക് നല്ല രീതിയിൽ പാലും അത് തന്നെയല്ല നമ്മളെല്ലാം കൊടുത്ത് ആടുകൾക്ക് നല്ലതാണ്. എല്ലാം കൊടുക്കുന്നത് ആടുകൾക്ക് നല്ലതാണ്. അതിനെ ശീലിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പുല്ല് എപ്പോഴും നല്ലതാണ്. പുല്ല് നല്ല ചെറിയ നനവോടെ പുല്ല് കൊടുക്കുന്നത് നല്ലതാണ്. ഓവർ നനവോടല്ല, ചെറിയ നനവോടെ പുല്ലൊക്കെ നല്ല പുല്ലുകളൊക്കെ കൊടുക്കുന്നത് ആടുകൾക്ക് നല്ലതാണ്. പാലുൽപാദനം കൂട്ടാനും നല്ലതാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പപ്പായ പുഴുങ്ങി അതിൻ്റെ വെള്ളം സഹിതം ആടുകൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അത് പാലുൽപാദനം വർദ്ധിക്കാൻ നല്ലതാണ്. പിന്നെ ഒരു കാര്യം, ഉലുവ പൊടിച്ച് അത് തീറ്റയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഉലുവ നമുക്ക് പച്ചയ്ക്ക് കൊടുത്താൽ തിന്നുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഉലുവ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഉഴുന്ന്, തവിട്, എള്ള്, പിണ്ണാക്ക് ഇത് രണ്ടും കുഴച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പാലുൽപാദനം വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു മാർഗ്ഗമാണ് ചക്കക്കുരു. ഈ ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലും ആടുകൾക്ക് തീറ്റ അധികം ചിലവ് വരത്തില്ല. കാരണം നല്ല വിളഞ്ഞ ചക്ക കൊത്തി അരിഞ്ഞ് അതിൻ്റെ മടലുൾപ്പെടെ നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞ് ചെറിയ രീതിയിൽ അതിൻ്റെ തൊണ്ടയ്ക്കൊന്നും കുരുങ്ങിയിരിക്കൽ ആ രീതിയിൽ തന്നെ കൊത്തി അരിഞ്ഞ് നല്ല രീതിയിൽ ചക്കക്കുരു ഉൾപ്പെടെ കൊത്തി അരിഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണ്. ആടുകൾക്ക് പാലുൽപാദനമൊക്കെ വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് തീറ്റയുടെ അളവൊക്കെ ഈ ചക്ക സീസണൊക്കെ വരുമ്പോൾ ഞാനത് സ്ഥിരം കൊടുക്കുന്നതാണ്. ചക്ക സീസണൊക്കെ വരുമ്പോൾ കൂടുതലും നമ്മൾ അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കും. ഓവർ രീതി കൊടുക്കരുത്. എങ്കിൽ തന്നെ നമുക്കൊരു അറിയാമല്ലോ, കൈത്തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ സമയത്ത് കൈത്തീറ്റയുടെ അളവ് ഇച്ചിരി കുറച്ച് നമ്മൾ ഈ ചക്ക നല്ല വിളഞ്ഞ ചക്ക കുത്തി അരിഞ്ഞ് ചെറിയ രീതിയിൽ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ചക്കക്കുരു കൊടുക്കുമ്പോൾ അത് പുഴുങ്ങി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ചെറിയ കുക്കറിനകത്തോട്ടൊക്കെ ഇട്ട് അടിച്ച് നമ്മളത് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ അമങ്ങും. ആ ഒരു കുഴമ്പ് രീതിയിലാവുമ്പോൾ നമുക്ക് കൊടുക്കുന്ന കരാകാരത്തിൻ്റെ കൂടെ ഒക്കെ കൊടുക്കുക. അല്ലാതായാലും കൊടുത്താൽ അതുങ്ങൾ തിന്നും. പിന്നെ മുരിങ്ങയിലയും പരിപ്പും വേവിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. തവിടും ശർക്കരയും കുറുക്കി കൊടുക്കുന്നതും നല്ലതാണ്. ഉള്ളി ചതച്ച് തേങ്ങയും ചേർത്ത് കഞ്ഞി വെച്ച് കൊടുക്കുന്നതും നല്ലതാണ്. ഇനി നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്നത് മിൽക്ക് പ്ലസ് ഗോൾഡ്, മിൽക്കോവിറ്റ്, ഇത് രണ്ടും നമുക്ക് പാലിന് വേണ്ടി. ഇതൊന്നും ബാക്കിയുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്കിത് മേടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പം ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കൊടുക്കണമെന്നല്ല. നമ്മൾ കുറേശ്ശെ അത് ആടിനെ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആടിനെ വളർത്തി തുടങ്ങുന്നത് തൊട്ടേ നല്ല രീതിയിലുള്ള കാൽസ്യങ്ങളും വിറ്റാമിനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് പോലിരിക്കും അതിൻ്റെ പാലുൽപാദനവും കാര്യങ്ങളും എല്ലാം. അല്ല ഒരു ദിവസം നമ്മളിതെല്ലാം കൂടെ കൊടുത്താൽ മാത്രം നമുക്ക് പാല് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മുടെ കർഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻബ്രീഡിംഗ് ഉള്ള ആടുകളെ നമ്മൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെപ്പോഴും എവിടെ ചെന്നാലും നമുക്ക് ഇപ്പോൾ വരുന്ന ആട് കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻബ്രീഡിംഗ് ഉള്ള ആടുകളെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.